Thank you.
ഒരുപാട് കാര്യങ്ങൾ പ്രയാസങ്ങൾ പേരി തമ്പുരാനെ മക്കളുണ്ട്. ഈ മക്കളെല്ലാം കരങ്ങളിൽ സമർപ്പിച്ച് എല്ലാവരും കണ്ണുകളൊക്കെ കരങ്ങൾ നമ്മളോട് ചേർത്ത് പ്രാർത്ഥിക്കാം. തമ്പുരാനെ അവിടുത്തെ ഒരുപാട് സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. ഒരുപക്ഷെ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം ഇവിടുന്ന് ചെവിക്കൊണ്ട് ഇല്ല എന്നുള്ള പരാതിയിരിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള പരാതി എനിക്കുണ്ട്. ഒരുപാട് പ്രതിസന്ധികളും വേദനകളും ഭാരങ്ങളും ഒക്കെ ചക്രഹത്വത്തിലേക്ക് കൊണ്ടിരിക്കുന്നു. എങ്കിലും ഇന്ന് ഈ നിമിഷങ്ങളിൽ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന ഞാൻ ഓരോരുത്തരും വലിയൊരു സത്യം അറിയാം. കർത്താവിനെ സ്നേഹിക്കുന്നത്, നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ ലോകത്ത് മറ്റാരും സ്നേഹിക്കുന്നതിന് കൂടുതൽ കർത്താവെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ കണ്ണെന്ന് പറയുമ്പോൾ കർത്താവെ നീ എന്റെ അരികിലേക്ക് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ കണ്ണ് നിറഞ്ഞു തുടങ്ങുന്ന അവസരങ്ങളിൽ അവിടുന്ന് എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു തെറ്റ് ചെയ്യാതെ ആരോപണങ്ങളും നിന്ദകളും പഴികളും ഒക്കെ കേൾക്കുമ്പോഴും കർത്താവെ അവിടുന്ന് വിശുദ്ധനായിട്ട് എന്റെ കൂടെ ഉണ്ട് എന്ന് എനിക്കറിയാം. വലിയ മാനസിക ഭാരത്തോടുകൂടി ഞാൻ ഇരിക്കുന്ന അവസരത്തിലൊക്കെ എന്നെ തന്നെ ബുദ്ധിമുട്ടിക്കൊണ്ട് കർത്താവ് എന്റെ കൂടെ ഉണ്ട് എന്ന് എനിക്കറിയാം. കർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ദിവസത്തെ മനസ്സിലാക്കി ചോദിക്കും. ദൈവത്തിൽ പ്രാർത്ഥിക്കും. നിന്റെ പ്രാർത്ഥനകൾക്ക് തമ്പുരാനെ ഇന്ന് മറുപടി നൽകുന്നതായ ഉറപ്പാണ്. ഭയപ്പാടോടുകൂടിയല്ല, ഇന്ന് നീ സ്നേഹത്തോടെ പ്രാർത്ഥിക്കും. സ്നേഹത്തോടെ അപ്പനോട് ഓരോ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ വേണ്ടി അപേക്ഷിക്കുന്നതുപോലെ കുഞ്ചിക്കുന്നത് പോലെ നീ ഇന്ന് ദൈവത്തോട് നിന്റെ അപ്പനോട് ചോദിക്കുന്നത് പോലെ ചോദിക്കും. നിന്നെ വെറുതെയോടുകൂടി ദൈവം ഇന്ന് മടങ്ങി കഴിയുകയില്ല. നിന്റെ ജീവിതത്തിൽ തിരികെ പോകുമ്പോൾ നഷ്ടത്തിന്റെ ഒരുപാട് കണക്കുകൾ ഉണ്ട്. വലിയ നഷ്ടപ്പെടലുകളുടെ കണക്കുകൾ ഒരുപാടുണ്ട്. പക്ഷെ ഇന്ന് അതിന്റെ ഭാരപ്പെടുത്തുന്നു. ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട മനുഷ്യനാണ്. ഞാൻ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കേണ്ട മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെയുള്ള ചിന്ത പ്രവേശത്തിന്റെ ഹൃദയത്തിലുണ്ടായില്ല. പക്ഷേ ഈ സമയം ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നു. നീ ഇപ്പോൾ ആയിരിക്കുന്ന എന്തോ അവസ്ഥയാണെന്ന് ദൈവം ഹൃദയാലത്തറിയാം. അതുകൊണ്ട് ഈ സമയം സ്നേഹം മാത്രമായിരിക്കുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മളെല്ലാവരും വിട്ടുകൊടുത്തോണ്ട് ദൈവത്തോട് ചോദിക്കും. അപ്പനോട് ഒരു മകന് മകൾ ആവശ്യങ്ങൾ പറയുന്ന പോലെ ഈ സമയത്ത് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടേണ്ട മേഖലകൾ ഒക്കെ ഈ സമയം തുറന്ന ഹൃദയത്തോടെ നിറഞ്ഞു തുറന്ന കണ്ണുകളോടുകൂടി ചോദിക്കാൻ, അപ്പനോട് ചോദിക്കുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി ചോദിക്കാൻ, അപ്പനോട് അപ്പജീവിയെ കുറിച്ച് കളിയെ
ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ സാധിക്കാതെ എല്ലാവരുടെ മുമ്പിൽ ചിരിച്ചു കളിച്ചിരിക്കുകയാണ്. പക്ഷേ ശക്തിനകത്ത് വലിയൊരു അഗ്നിസ്ഫോടനത്തെയാണ് നടന്നുകൊണ്ടിരിക്കുക. കിടന്നിട്ട് ഉറക്കം വരാതെ മക്കളുടെ നിൽപ്പുണ്ട്. 3-4 ഉറക്കങ്ങളില് കഴിച്ചിട്ട് പോലും മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ സാധിക്കാത്ത മക്കളുടെ തമ്മിലാണ് ശബ്ദം നിൽപ്പുണ്ട്. ഓരോരുത്തരുടെയും പ്രാർത്ഥന വിഷയങ്ങളിൽ കർത്താവ് ഇടപെടുന്ന നിമിഷം സ്വർഗ്ഗം തുറക്കുന്ന നിമിഷങ്ങളാണ്. പരിശുദ്ധ അമ്മ തന്റെ മകൾക്ക് വേണ്ടി ഈ സമയം സ്വർഗീയ തോമസിന് മുഖമുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും ഈ സമയം തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് കണ്ണുനീരോട് പ്രാർത്ഥനാശയം സമർപ്പിക്കുക. ഇവിടെ വന്ന ഈ നിമിഷങ്ങളിൽ ഒരു കണ്ണുനീര് ഈ ദേവാലയത്തിൽ നിന്നുണ്ടെങ്കിൽ തമ്പുരാൻ പറഞ്ഞിരിക്കുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗ്ഗത്തെ പിടിച്ചു കൊടുക്കാൻ പ്രാർത്ഥനമാണ്. ആ വിശ്വാസത്തോടെ ഈ സമയം കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ കണ്ണുനീരിന് സ്വർഗ്ഗം പ്രതിഫലം പറഞ്ഞു നൽകാതിരിക്കുകയില്ല. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരാളുടെ തമ്പുരാൻ നിന്ന് ഈ രാത്രിയിൽ സംബന്ധിച്ച് തടയുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അസാധ്യമായ കാര്യമായിരിക്കും ആവശ്യപ്പെടുക. എത്ര അസാധ്യമായ കാര്യമാണെങ്കിലും മനുഷ്യബുദ്ധി ചിന്തിച്ചാൽ എത്ര അസാധ്യമായ കാര്യമാണെങ്കിലും ദൈവത്തിന്റെ ജീവിതം കൊണ്ടുവരുന്നത് ഇന്ന് നിന്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതിസന്ധികളും പൂർണ്ണമായിട്ട് മാറുന്ന ദിവസമാണ്. പൂർണ്ണമായ മാറുന്ന ദിവസമാണ്. ഈ വിശ്വാസത്തോടെ തീക്ഷ്ണതയോടെ കൂടുതൽ ആരും ശ്രദ്ധിക്കുക. നീ ഈ സമയം അവരോട് സംസാരിക്കുക, ദൈവത്തോട് സംസാരിക്കുക, ദൈവത്തിന്റെ ജീവിതത്തിൽ ഇടപെടട്ടെ. നിന്റെ കാര്യങ്ങൾ പ്രയാസങ്ങളെല്ലാം ആ കർത്താവിനോട് പറ. എല്ലാം കേൾക്കുവാൻ, നിന്റെ മനസ്സിന്റെ വേദനകളെല്ലാം കേൾക്കുവാൻ തമ്പുരാൻ ചെവി കുറിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കാൻ, നിന്നെ മനസ്സിലാക്കുവാൻ നിന്റെ ദൈവത്തിന്റെ മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യർക്ക് സാധിക്കുകയില്ല. നിന്നെ പരിപൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നിന്റെ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തോട് ചോദിക്കുക, കണ്ണുനീരോടെ ചോദിക്കുക. സംഗീതത്തിനോട് പറയുന്നതല്ല, കണ്ണുനീരോടെ ആത്മാവോടെ പറയുന്നു. ഈ സമയം സന്തോഷത്തോടെ നിന്റെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും വേദന മക്കളെ കുറിച്ച് ആഗ്രഹങ്ങളോടും മാതാപിതാക്കളോട് മക്കളെ യാതൊരു രീതിയിൽ മനസ്സിലാക്കിയില്ല. മക്കളെ യാതൊരു രീതിയിൽ ഉൾക്കൊള്ളുന്നില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. എത്ര ഉപദേശത്തിൽ നന്നാകുന്നില്ല. എത്ര കരഞ്ഞ് കേട്ട് സംസാരിച്ചിട്ടും ഇതൊന്നും അവന്റെ ജീവിതത്തെ സ്പർശിക്കുന്നില്ല. അവന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അവകാശത്തോടെ ഈ നിമിഷങ്ങളിൽ തമ്പുരാനെ അറിയാൻ മക്കളുടെ വേണ്ടിയുണ്ടെങ്കിൽ ആ മക്കളെ ഞാൻ ഈ നാടുകളിൽ നടക്കുന്ന ധ്യാനശുശ്രൂഷയിൽ പ്രാർത്ഥിച്ച ഒരു വിഷയത്തെ പോലും ഈ വാഗ്ദാനം വിശ്വസിച്ച് ആ വിശ്വാസത്തോടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരെ നിർദ്ദേശിച്ച് ഈ കാലഘട്ടത്തിൽ ദേവാലയത്തോടെ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഭാരം, പ്രയാസങ്ങൾ, വേദനകളില്ല അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ജീവിതത്തിൽ കെട്ടുകളും തടസ്സങ്ങളും വേദനകളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിൽ പരിപൂർണമായ അനുഗ്രഹമായി പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ അനുഗ്രഹമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേ മക്കളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹം പ്രാപിച്ചവർ ഒരു മക്കൾ പോലും ശുശ്രൂഷിക്കുന്നു. അടങ്ങി പോകട്ടെ. അതിനെ പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സമർപ്പിക്കുന്നു.
രാവിലെ ഞാൻ ഓർപ്പിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെ മാനസികപ്പെട്ട് കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കുന്ന നിമിഷം 2007 അന്ന് ഞാൻ എട്ടുനോവിലെ അവധിയാണ് സെമിനാരി. അതുകൊണ്ട് അന്ന് രാവിലെ തന്നെ മണവാളൂടെ ചെന്നത് നട തുറന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതിരാവിലെ വന്നപ്പോഴേ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. പള്ളിയുടെ മാമോദിസ ആ മാമോദിസത്തിന്റെ തൊട്ട് പുറകിലായിട്ട് ഒരു മുസ്ലിം സ്ത്രീ ഇപ്പോണ്ട് തൊട്ട് ഇപ്പറേ ഒരു വീഴ്ചയില് 10-22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ മഠത്തിലെ അച്ഛനോട് വന്നിട്ട് ഇവർ സംസാരിക്കുന്ന കാര്യമൊക്കെ കണ്ടു. നിലനിൽപ്പുണ്ട്. ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. മുസ്ലിംസാണ്. അവര് ഈ വയ്യാത്ത കൊച്ചിനെ കൊണ്ട് 8 ദിവസം നമ്മളോട് ഇരിക്കാൻ വേണ്ടി വന്നതാണ്. സാധാരണ മാനസികമാക്കാൻ വേണ്ടി വന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇവർ വളരെ കണ്ണീരോടെയാണ് വിശുദ്ധ ഏറ്റവും മുമ്പിലായപ്പോൾ കാണാം. നട തുറക്കുന്ന സമയമായപ്പോൾ വയ്യാത്ത കൊച്ചിനെ ഈ സ്ത്രീ അള്ളിൽ പിടിച്ച് ആ മാമോദിസയുടെ അരികില് അള്ളിൽ പിടിച്ച് ഇടിയൊക്കെ അമ്മയും മകനും കൂടെ വയ്യാത്ത മകനും കൂടെ നിൽപ്പുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട അനുഭവം. അതിനുശേഷം അവിടെ വെള്ളിയാഴ്ചകളിലൊക്കെ അവിടുത്തെ അച്ഛന്മാർ അവരുടെ സാക്ഷ്യം പറയാൻ ഇടയാവുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ അച്ഛന്മാര് പലയിടത്തും പ്രസംഗിക്കുമ്പോൾ സാക്ഷ്യം പറയുകയും ചെയ്ത സംഭവം എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ നട തുറക്കുന്ന ആ സമയത്ത് ജനം മുഴുവൻ മാതാവിൽ വളരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാല് തളർന്ന് വീഴ്ചയിൽ ഇരുന്ന ആ ചെറുപ്പക്കാരൻ മാതാവിനെ വിളിച്ചു വീഴ്ന്നിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. പരിശുദ്ധ മുസ്ലിമാണ്. പരിശുദ്ധ അമ്മയുടെ മാനസികതയോട് നാനാജാതി മതസ്ഥരാണ് ഈ കാലഘട്ടത്തിൽ അനുഗ്രഹം പ്രാപിക്കുകയും നമുക്കാണ് സംശയം. നാനാജാതി മതസ്ഥർക്ക് ഒരു കുഴപ്പമില്ല. അവര് അമ്മയെ മാതാവിനെ വിളിക്കുന്നു, അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകുന്നു. നമുക്ക് അപ്പോഴും വിശ്വാസിക്കും എവിടെയൊക്കെയോ ചില തടസ്സങ്ങളാണ് മാതാവിനുള്ളിൽ നമ്മുടെ ഇടയിൽ. പ്രിയപ്പെട്ടവരെ, ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു കൊച്ചിനെ, അതിന്റെ അമ്മയുടെ പേര് അനിത എന്നാണ്. ഞാൻ പരിചയപ്പെട്ടതാണ്. ആ അമ്മ സാക്ഷ്യം പറയുക വലിയൊരു സാക്ഷ്യമാണ്. മണിപ്പാല ഹോസ്പിറ്റലില് ഈ സ്ത്രീ, പ്രിയപ്പെട്ടവരെ, ഇവരുടെ മക്കളില്ലാതെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് 6 വർഷത്തിന് ശേഷം ഉണ്ടായതാണ്. പ്രിയപ്പെട്ടവരെ, മാസം കഴിയാതെ ഈ കൊച്ചു പ്രസവിച്ചു. ഈ സ്ത്രീ പ്രസവിച്ചു. കൊച്ചിനെ അങ്ങനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. അപ്പൊ അവിടുത്തെ കത്തോലിക്ക ഒരു കാത്തലിക്കാണ്. തൊട്ടടുത്ത് കത്തോലിക്ക പള്ളിയിൽ ചെന്നിട്ട് അവിടുത്തെ അച്ഛനോട് ബന്ധുക്കൾ ഒരു കാര്യമുണ്ട്. അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണം. കാര്യം ഈ കുഞ്ഞ് ഒരു പ്രതീക്ഷിക്കാൻ മരിച്ചു പോകുന്ന ഉറപ്പാണെന്ന് ഡോക്ടർമാരെ പറഞ്ഞു കഴിയും. അച്ഛൻ പറഞ്ഞു ശരി, വരാൻ പ്രാർത്ഥിക്കാം. അച്ഛൻ ആ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ സ്ത്രീയുടെ ആങ്ങളമാര് അച്ഛനെ കൈ പിടിച്ച് മാറ്റി പറഞ്ഞു, പൊന്നച്ഛാ, അച്ഛൻ അതിനകത്ത് അച്ഛന്മാരുടെ സ്വഭാവം കാണിക്കും എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് മരിച്ചു പോകുന്ന കാര്യം ഡോക്ടർമാർ ഉറപ്പായിട്ടും മരിച്ചു പോകും. ഏതാനും മണിക്കൂറുകൾക്കകം കൂടിപ്പോയി ജീവിതത്തിൽ മരിക്കും, ഒന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർമാര് കർക്കശമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അച്ഛൻ അവിടെ ആവശ്യമില്ലാത്ത പ്രതീക്ഷ അച്ഛന്മാർക്ക് സ്വഭാവം എല്ലാം ശരിയായിക്കോളും, പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറയാം. ആ പരിപാടി മാറിയത്. അവിടെ അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ മകൾ, ആ സ്ത്രീയുടെ കുഞ്ഞ് മരിച്ചു പോകുന്ന കാര്യം ഉറപ്പാണ്. അത് അവനെ പറഞ്ഞു മനസ്സിലാക്കിച്ച് ഒരു ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് അച്ഛനെ കൊണ്ടുപോകുന്നത്. അച്ഛൻ അത് സമ്മതിച്ചു. അങ്ങനെ ഈ സ്ത്രീയുടെ അനിതയുടെ റൂമിനകത്തേക്ക് അച്ഛൻ കയറി. അകത്തേക്ക് കയറിയ സമയത്ത് അച്ഛനെ കണ്ടതോടെ ഈ സ്ത്രീ ഒരു കത്തോലിക്കനായ ജർമ്മനിൽ ജീവിക്കുന്നതായിരിക്കും. അച്ഛനെ കണ്ടതോടെ അങ്ങനെ അച്ഛനെ കയ്യിൽ രണ്ടും കൂടെ കൂട്ടി പിടിച്ചുകൊണ്ട് ഈ പെൺകൊച്ച് കരഞ്ഞോട് ചോദിച്ചു, അച്ഛൻ എന്റെ കൊച്ച്, അച്ഛൻ എന്റെ കൊച്ചിനെ
അലമുറയുടെ കാര്യമില്ല. അച്ഛൻ കണ്ണുകളടച്ചപ്പോൾ അച്ഛന്റെ ലോകം കാണുന്ന ആ പരിശുദ്ധ അമ്മയുടെ രൂപമാണ് കണ്ണുകളടയും. ഈ അച്ഛൻ അറിയാതെ തന്നെ ഈ സ്ത്രീയെ, ഈ പെൺകുട്ടിയെ തോളയിനെ തട്ടിക്കൊണ്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ വെടി വെച്ചേ, നീ മാതാവിന്റെ മാതൃശ്രീ ശക്തമായിട്ട് മുഖം പിടിച്ചു, നിന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കുന്നില്ല. ഇത് കേട്ടപ്പോ ചുറ്റും നിന്നവരൊക്കെ മുഖം പാടി, അവർ പൂർണ്ണ പറയും, ഇങ്ങനെ തന്നെ പറയണം, ഇത് പറയാൻ ഇങ്ങനെ കൊടുക്കില്ല. അച്ഛനൊരു അക്ഷരമില്ലാതെ അച്ഛന് അവിടുന്ന് തല മുമ്പിട്ട് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ അച്ഛനൊരു ഫോൺ കുർബാനയ്ക്ക് ഫോൺ ഈ കുഞ്ഞ് മരിച്ചു പോയതിന് ഫോൺ ഈ അച്ഛൻ കാണുന്ന തനിപ്പണമായി. കാരണം ഈ സ്ത്രീ അന്നേരം മുതൽ അച്ഛൻ പറഞ്ഞു, മാതാവിനെ മാനസിക മുഖം പിടിച്ചു, കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട അന്നേരം മുതൽ ഈ സ്ത്രീ മുട്ടയിൽ നിന്ന് കത്തോലിക്കന്റെ രീതിയിൽ ബോംബെയിൽ വയ്യ എങ്കിലും അതൊക്കെ മാറ്റിവെച്ചു. ഈ സ്ത്രീ എഴുതിയിരിക്കാൻ പോലുമില്ല. പക്ഷെ എന്നിട്ടും ആ കല്യാണത്തിന് ഇതിനോട് രാത്രിയും ചെയ്തുകൊണ്ടിരിക്കുകയും. പ്രിയപ്പെട്ടവരെ, വലിയ പ്രതീക്ഷയോടുകൂടി ഈ അച്ഛനാണ് ഷോക്ക് അടിച്ചുകൊണ്ടായി പോയി ഈ കുഞ്ഞ് മരിച്ചു കേട്ടപ്പോൾ അച്ഛനോട് തലേദിവസം വന്ന് ദരിദ്രനാണ് അച്ഛൻ കുഞ്ഞ് മരിച്ചു പോയി. അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, പിന്നീട് ബോഡി കൊണ്ടുപോയി. അവളെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ഈ അച്ഛൻ്റെ അകപ്പോടെ കണ്ണു നിറയുന്നു, ശാന്തിരാത്രി മാരം അകപ്പോടെ വലിയ വിഷമം. അച്ഛൻ ഒരുപാട് നേരം പതിവായി പ്രാർത്ഥിച്ചതിന് ശേഷം ഇവരോടൊപ്പം ചെന്നു. പ്രിയപ്പെട്ടവരെ, ചെന്നു ഈ കുഞ്ഞിന്റെ മൃതശരീരത്തിന് അരികെ ചെന്നു. ഏതാനും അരമണിക്കൂറാണ് മനുഷ്യന്റെ ഡോക്ടർമാർ പറഞ്ഞു. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ അച്ഛൻ മടങ്ങിപ്പോകാൻ വേണ്ടിയപ്പോഴത്തേക്ക് ബന്ധുക്കൾ പറഞ്ഞു, അച്ഛാ അവളെ കൊണ്ട് കാണിക്കാൻ പോവാണ് ഈ കൊച്ചിന്റെ കൂടെ കൊണ്ട് കാണിക്കാൻ പോകുമ്പോൾ ആ സമയത്ത് അച്ഛൻ കൂടെ വന്നാലോ ശരിയാണ്. അച്ഛൻ പറഞ്ഞ എന്നെ രീതിയിൽ ഒഴിവാക്കണം, ഇത് അച്ഛൻ പറഞ്ഞേ നോക്കത്തുള്ളൂ. അങ്ങനെ ഈ അച്ഛനെ കൂട്ടി ഈ കുഞ്ഞിന്റെ ബോഡിയുമായിട്ട് പ്രിയപ്പെട്ടവരെ ഈ അമ്മയുടെ ഇരിക്കുകയും ചെയ്തു. മരിച്ചു എന്ന് ആ സമയത്താണ് പറയുന്നത്. മരിച്ചു, കൊച്ചിനെ അവസാനമായിട്ട് കാണാം എന്ന് പറഞ്ഞാൽ ബോഡി ഈ സ്ത്രീ അലമുറ എഴുതിയ കാര്യം. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിനെ കൊണ്ട് ഈ കുഞ്ഞിന്റെ ബോഡി കൊണ്ട് ഈ കടക്കയിലോട് കൊണ്ട് കടക്കുന്ന സമയം ഈ സ്ത്രീ, ഈ അമ്മ, എന്റെ മാതാവേ കൈവിട്ട് കിടക്കരുത് എന്ന് പറയുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊച്ചിന്റെ രംഗത്തോടൊന്ന് വീഴി അന്ന് പിടിക്കും. കൊച്ചിന് എന്റെ മാതാവെ എന്നെ കൈവിട്ട് കിടക്കരുത് എന്ന് അലറി പിടിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ അലറും പ്രാണം പിടിച്ചുകൊണ്ട് പോലെ അലറിക്കൊണ്ട് വീണ്ടും പിടിക്കുന്ന മാതാവെ എന്നെ കൈവിട്ട് കിടക്കരുത് എന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ രംഗത്തോട് വേണ്ടി കുഞ്ഞിനെ അള്ളി പിടിക്കുക, ചങ്ങോട് ചേർത്ത് അള്ളി പിടിച്ച് കൊച്ചി ഇങ്ങനെ കിടന്ന് നാറുകയും. ഈ നിമിഷങ്ങളിൽ ഈ അച്ഛൻ സാക്ഷ്യം പറയുകയാണ്, വലിയൊരു അത്ഭുതമാണ്. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, ഈ സ്ത്രീയും ആ കൊച്ചിനെ കുറിച്ച് ജീവനോടുണ്ടോ അതാണ് പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഈ കൊച്ച് 2 പ്രാവശ്യം എട്ടുകളെന്നാണ് പറയുന്നത്. എട്ടുകളെടുത്ത് ഈ കൊച്ചു കരയാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. കൊച്ചിന്റെ ക്രിസ്റ്റി എന്നാണ്. ക്രിസ്റ്റി ഈ കൊച്ചിനെ അമ്മയെ ഞാൻ കണ്ടു, ആ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ മാതൃസ്ഥയിൽ അമ്മയെക്കൊണ്ട് എത്രയോ ആളുകളാണ് അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നൊരു സംഭവമാണ്. ആ ഒരു പോലീസുകാരന്റെ ഭാര്യ, ആ മനുഷ്യന് ഒരു സിയുടെ ഭാര്യ, അവരുടെ മൂന്നാമത്തെ കൊച്ച് ഇതാ ഓൾറെഡി സ്കാനിങ്ങിന്റെ സമയത്ത് അവർ ഒരു പ്രഷറാണ് കൊച്ച് ഉള്ളിൽ വെച്ച് തന്നെ മരിച്ചു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തി. അങ്ങനെ സിസ്റ്ററിനെയും എടുത്ത് വെളിയിലേക്ക് എടുത്തു. അപ്പൊ സാധാരണ കൊച്ചിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഈ എന്റെ തല തിരിച്ച് നിർത്തുകയോ തല തിരിച്ച് നിർത്തുകയോ അടിക്കുകയോ ചെയ്യും, അങ്ങനെ കരയുകയും. ഇതൊന്നും ഈ സിസ്റ്റർമാരോ ഡോക്ടർമാരൊന്നും ചെയ്തില്ല. കൊച്ചു മരിച്ചു എന്നുള്ള രീതിയിൽ ആ കൊച്ചിനെ ഞങ്ങൾ നടത്തി. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ ഇങ്ങനെ ബോധരിക്കുകയും ആ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊച്ചിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഈ കൊച്ചു നിരക്കാനും കൂടാനും തുടങ്ങി. ഈ സ്ത്രീ അതിപ്പോ കോട്ടയത്ത് ക്വാർട്ടേഴ്സിനാണ്, ഒഡീസയുടെ ക്വാർട്ടേഴ്സിനാണ് താമസിക്കുന്നത്. ഈ സ്ത്രീ പറഞ്ഞ കാര്യം വെച്ചാൽ ഞാനൊരു സ്വപ്നമാണോ ദർശനമാണോ യാഥാർത്ഥ്യമാണോ എന്നൊന്നും അറിയത്തില്ല. എനിക്കൊരു കാര്യം പറയാം, ഞാൻ പ്രസവിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ കൊച്ചിനെ ഒന്നും ചെയ്യാതെ തല തിരിച്ച് പിടിക്കുകയോ അടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ അരികിലേക്ക് കടന്നു എനിക്കറിയാം, കഴുകി കടന്നു എനിക്കറിയാം, കൊച്ചു മരിച്ചു എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കുന്നില്ല. പക്ഷെ ഞാനൊരു സത്യം ഞാൻ കണ്ടതാണ്. ഒരു നീ
നീല വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ അടുത്തേക്ക് വന്നിട്ട് ഈ എന്റെ കൊച്ചിന്റെ കാലെ നോക്കി പിടിച്ച് എന്റെ പുറ പറഞ്ഞു, അതിനുശേഷം എന്റെ കൂടെ കടത്തിയിരുന്നു ഞാൻ ശരിയാണ് എന്ന് പറഞ്ഞ ആ സ്ത്രീ സാക്ഷ്യം പറയാനേ. പ്രിയപ്പെട്ടവരെ, മാതാവിനെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവിന്റെ മാനസികപ്പെട്ട് എത്രയോ 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 അത്ഭുതങ്ങളാണ് നമ്മുടെ ഇടയിൽ നടക്കുക. അതുകൊണ്ട് ഇക്കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഇക്കാലഘട്ടത്തിൽ എന്റെ സാക്ഷ്യമുണ്ട്. 23-ാമത്തെ ദിവസം എന്നെ മാമോദിസ മുക്കിയതാണ്. 23 ദിവസം ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ മാമോദിസ മുക്കി. അതിന് കാരണം 21-ാം ദിവസം അന്ന് കോടതി ഡോക്ടറായിരുന്ന ബാലചന്ദ്രൻ എന്ന ഡോക്ടറുണ്ട്, ബാലകൃഷ്ണൻ ഡോക്ടർ തിരുവനന്തപുരം. അദ്ദേഹം എന്നെ മരിച്ചു പറഞ്ഞതാണ്. എന്റെ വലിയവൻ എന്നെ എടുത്തുകൊണ്ട് പടരാളുകളുടെ ആ കലക്കുശിന് മുമ്പിൽ കൊണ്ട് കടത്തിയിട്ട് ഇങ്ങനെ ഇട്ടെന്നാണ് പറയുക. എന്നിട്ട് മാതാവിനോട് ബഹളം വെച്ചു പറയുക, എടുത്തോളം പറഞ്ഞു, ഈ സമയം എടുത്തോളാം പറഞ്ഞ് ബഹളം വെച്ചെന്ന് പറയാം. അങ്ങനെ ഞാൻ കാര്യമെന്നാണ് എന്റെ അപ്പനും അമ്മയൊക്കെ പറയാം. അന്ന് നേർന്നതാണ് എന്റെ അച്ഛനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അത്ഭുതങ്ങൾ അടയാള പരിശുദ്ധ അമ്മയുടെ മനസ്സിൽ അഭയപ്പെട്ട് നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജോൺ പോൾ രണ്ടാമൻ എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ ജീവിതത്തിൽ വളരെ ഭംഗിയുള്ള സംഭവമാണ്. അദ്ദേഹത്തിന്റെ അപ്പൻ മരിച്ചു, കുറച്ചുനാൾ കഴിയുമ്പോൾ അമ്മയെ മരിച്ചു. ആവപ്പാടിയുമായ ഒരു ചേട്ടൻ ഡോക്ടറായിരുന്നു, ആ ചേട്ടൻ മരിച്ചു. ആ സമയത്ത് ആ രാജ്യം കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോയി, കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ്. ഒരു നിവൃത്തിയില്ല. ഈ പയ്യൻ 14 വയസ്സുള്ള പയ്യന് പാറമട ജോലി ചെയ്യാൻ പോകേണ്ടി വന്നു. തനിക്ക് ഉപജീവനം നടത്താൻ പഠനമെല്ലാം നിർത്തി പാറമട ജോലി ചെയ്യാൻ പോയി. ഒരു ദിവസം വൈകുന്നേരം പാറമടയിൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തന്റെ പള്ളിയുടെ മുമ്പിലൂടെ നടന്നു വരുന്ന സമയത്ത് മദ്യപിച്ച് ഒരു ട്രക്ക് ഡ്രൈവർ ട്രക്ക് ഓടിച്ചു വരുന്നു. ഈ മനുഷ്യനെ തട്ടി, ഈ പയ്യനെ തട്ടി തെറിച്ചു. ഈ പയ്യൻ തെറിച്ചു പോയി തൊട്ട് അവരുടെ കുഴിയിൽ ചെന്ന് വീണു. കൈയും കാലുകളൊക്കെ ഒടിഞ്ഞ അവസ്ഥയിലായി തെറിച്ചു. ജീവൻ അപായം. പക്ഷെ കൈയും കാലൊക്കെ ഒടിഞ്ഞു. സന്ധ്യാസമയം, വിജനമായിരിക്കുന്ന സമയം, ആരും സഹായിക്കാനില്ല. ഈ പയ്യൻ അവിടെ നിന്ന് അവിടെ കടന്ന് ഇതിൽ നിർത്താതെ പോയി. അവിടെ ആ കുഴിക്കാത്ത കയ്യിലേക്കാവുന്ന വേദന സഹിക്കാനില്ല. അങ്ങ് കടന്നു നിലവിളിക്കില്ല, ആരും സഹായിക്കാനില്ല. കുറെ നേരം തളർന്നു. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, സർവശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്റെ തല ഉയർത്തി നോക്കിയപ്പോൾ തന്റെ ഇടവക ദേവാലയത്തിന്റെ മുമ്പിലായിട്ട്, ആ വഴിയുടെ സൈഡിലായിട്ട് മാതാവിന്റെ ഗ്രോട്ടമുണ്ട്. മാതാവിന്റെ കൃഷിമുറി എന്ന് പറയുന്ന കത്തോലിക്കൽ ഗ്രോട്ടമുള്ള പണി. പ്രിയപ്പെട്ടവര്, ഗ്രോട്ടമുള്ള മാതാവിന്റെ രൂപം കാണുകയും ഈ പയ്യൻ അവിടെ നിന്നുകൊണ്ട് കയ്യും കാലും പിടിയിരിക്കുക. ചലിക്കാൻ മേല, സഹിക്കാൻ വയ്യാത്ത വേദനയാണ്, പ്രാണം പോകുന്ന വേദനയാണ്, സഹായിക്കാൻ ആരുമില്ല. വിജയമായിരിക്കുന്ന പാതയാണ്, ആരും വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആരും സഹായിക്കാൻ തയ്യാറാകുന്നില്ല. ഈ പയ്യൻ അവിടെ കിടന്നുകൊണ്ട് മാതാവിന്റെ ആ രൂപത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ അമ്മ മാതാവേ, എനിക്ക് അപ്പനില്ല. എന്റെ അമ്മ മാതാവേ, എനിക്ക് അമ്മയില്ല, എനിക്ക് സഹോദരങ്ങളില്ല. ഇന്നു മുതൽ എന്നെ അമ്മ തന്നെ സഹായിക്കണം. ഇന്നു മുതൽ അമ്മയാണ് എന്റെ അമ്മ, നീയാണ് എന്റെ അമ്മ. അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഒരു അദൃശ്യമായ കരങ്ങൾ വന്ന് ഈ ബാലനെ താങ്ങി എടുത്ത് ആ ഗ്രോട്ടയുടെ മുമ്പിൽ കൊണ്ട് കിടത്തി എന്നാണ് പറയുക. ആ സമയത്ത് അവിടെ ഇടവ പോയി ഇറങ്ങി വരിക. എന്തോ ഒരു ഒച്ചകൾ കൊണ്ട് ഇറങ്ങി വരുന്നു. അങ്ങനെ ഈ പയ്യൻ രക്ഷപ്പെട്ടു. ഈ പയ്യൻ പിന്നീട് അച്ഛനായി, പിന്നീട് ബിഷപ്പായി, മാർപ്പാപ്പയായി. അതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് പറയുക. അതുകൊണ്ട് ആ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ ജീവിതത്തിൽ ഉടനീളം വിളിച്ചു പറഞ്ഞു, എന്റെ അമ്മ പരിശുദ്ധ അമ്മയാണ്, എന്റെ അമ്മ പരിശുദ്ധ അമ്മയാണ്. പ്രിയപ്പെട്ടവരെ, കാലിനെ ക്രൂശി കിടന്നുകൊണ്ട് യോഹന്നാനോട് കർത്താവ് പറഞ്ഞു, യോഹന്നാനെ, ഇതാ എന്റെ അമ്മ. പ്രിയപ്പെട്ടവരെ, അതിലൂടെ എനിക്കും അമ്മയെ ലഭിക്കുകയാണ്. എന്റെ കണ്ണ് നിറയുമ്പോൾ എന്റെ അരികിലേക്ക് വരുന്നൊരു അമ്മയാണ്. എന്റെ ചങ്ങ പൊടിയുമ്പോൾ എന്റെ അരികിലേക്ക് വരുന്നൊരു അമ്മയാണ്. ഇതൊന്നും തിയോളജിയൊന്നുമല്ല, ഇതൊന്നും തെളിയിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ അനുഭവത്തിന്റെ തലത്തിൽ ഞാൻ പറയുക, നമ്മുടെ കണ്ണ് നിറയുമ്പോൾ മാതാവിനെ വിളിച്ചാൽ അമ്മ നമ്മുടെ അരികിൽ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് തിയോളജിയല്ല. ഇന്ന് ബുദ്ധിയുടെ തലത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയ്ക്കെതിരെ പലരും ചോദ്യങ്ങൾ ചെയ്യാറുണ്ട്. അതിനൊന്നും മറുപടി പറയാൻ ഞാൻ പ്രാപ്തനല്ല. പക്ഷെ അനുഭവത്തിന്റെ തലത്തിൽ ഞാൻ പറയുക, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണ് നിറയുമ്പോൾ നമ്മുടെ അരികിലേക്ക് വരുന്നത് അമ്മയാണ്. അത് തന്നെയാണ് കാലിനെ ക്രൂശില്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, യോഹന്നാനെ, ഇതാ നിന്റെ അമ്മയെന്ന് പറയുമ്പോൾ എനിക്കും ഈ ലോകത്തിന് മുഴുവൻ അമ്മയെ ലഭിക്കുകയാണ്. ഈ ലോകത്തിന് മുഴുവൻ അമ്മയെ ലഭിക്കുകയാണ്. സ്വന്തം പറ്റിയ അമ്മ എന്നെ മനസ്സിലാക്കി
കാണുവാൻ പരിശുദ്ധമായി സാധിക്കും. എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് ശാലോം ടിവിയുടെ ഡയറക്ടർ ബെന്നി എന്ന് പറയുന്ന മനുഷ്യൻ. ഈ മനുഷ്യനുമായിട്ട് ഒരു 2 ആഴ്ച കൊണ്ടുമ്പോൾ ഒന്ന് ആ മനുഷ്യൻ ഇങ്ങോട്ട് വിളിക്കുകയോ ഞാൻ അങ്ങോട്ട് വിളിക്കുകയോ ചെയ്യും. അതുകൊണ്ട് ഒരു ആത്മബന്ധമാണ്. അവര് എവിടെയൊക്കെ ഏതൊക്കെ രാജ്യത്ത് പുതിയ അവർ ശാലോമിന്റെ പുതിയ ചാനലുകൾ തുറന്നു അവിടെ എല്ലാം എന്നോട് വിളിച്ചു പറയാം അച്ഛാ പ്രാർത്ഥിച്ചു. ഏതൊക്കെ വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ എന്നോട് പറയാം അച്ഛാ പ്രാർത്ഥിച്ചു. അതുപോലെ ബന്ധമാണ്. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു സംഭവം, ഒരു സാക്ഷ്യമുണ്ട്. ഈ മനുഷ്യൻ ഫെഡറൽ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജറാണ്. ഇദ്ദേഹം രാജ്യങ്ങൾ പൂർണ്ണ സുവിശേഷങ്ങളിലേക്കാണ്. എന്ത് ചെയ്യും? ദൈവം കൊടുത്ത നിയോഗം അനുസരിച്ച് ഒരു മാഗസിൻ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് ശാലോം ഉണ്ടാക്കുന്നത്. ആദ്യത്തെ പ്രിന്റ് തനിക്ക് ഇതാ വിന്യാസം എടുത്തപ്പോൾ കിട്ടിയ തുക തുടങ്ങി ആദ്യത്തെ പ്രിന്റ് ഇറക്കി ആളുകൾ തന്നെ സൗജന്യമായി കൊടുത്തു. എന്നിട്ടും ഒരൊറ്റ വ്യക്തി പോലും സബ്സ്ക്രിപ്ഷൻ എടുത്തില്ല. ഒറ്റ വ്യക്തി പോലും എടുത്തില്ല. 10,000 കോപ്പി എടുത്ത് ഒരുപാട് ആളുകൾ അയച്ചു കൊടുത്തു, ജനങ്ങൾ കൊടുത്തു. ഒരാളെ പോലും സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തയ്യാറായില്ല. രണ്ടാമത് ആ മനുഷ്യൻ പിന്നെ പിന്മാറിയില്ല. ഈ മനുഷ്യൻ അറിയാമോ, തന്റെ ഭാര്യയുടെ സ്വർണ്ണം പോലും ഈ മനുഷ്യൻ പണയം വെച്ച് രണ്ടാമത്തെ പ്രതി ഇറക്കി, സബ്സ്ക്രിപ്ഷൻ ഇറക്കി, 10,000 കോപ്പി ഇറക്കി, മനോഹരമായ രീതിയിൽ ഇറക്കി. എന്നിട്ടും ഒരൊറ്റ വ്യക്തി പോലും പരിസംഖ്യ എടുക്കുവാൻ തയ്യാറായില്ല. അങ്ങനെ ഈ കയ്യിലൊന്നുമില്ല. എന്ത് ചെയ്യും? കുറെ കടം ലോണൊക്കെ മേടിച്ച് ഇതിന്റെ അടിക്കാനുള്ള മെഷീനൊക്കെ എടുത്ത് മേടിക്കുകയും ചെയ്യും. എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഒരാൾ പോലും എടുത്തില്ല പരിസംഖ്യ. ഈ മനുഷ്യൻ കടലിലൂടെ രാത്രികളിൽ കഴുതിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയും അങ്ങനെ ഈ മനുഷ്യൻ തീരുമാനിച്ചു, എന്റെ ബുദ്ധിയിൽ ഞാൻ എത്ര ശ്രദ്ധിച്ചിട്ടും ഈ ശാലോം എന്ന് പറയുന്ന മാസം മുന്നോട്ട് പോകുന്ന ഒരു വഴിയില്ല. എന്റെ ബുദ്ധിയിൽ ചിന്തിച്ചിട്ട് ഒരു വഴിയും നടന്നില്ല. അതുകൊണ്ട് മാതാവിനെ സമർപ്പിക്കുക. മാതാവേ, ഇന്നു മുതൽ അമ്മയാണ് ഈ ശാലോമിന്റെ ഉടമ. ഇന്നു മുതൽ അമ്മയാണ് ഈ ശാലോമിന്റെ ഉടമ. ശാലോം ടൈംസ് എന്ന മാസിക നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അറിയാം. നേരെ തുടക്കത്തിലെ ആദ്യം തന്നെ മനുഷ്യൻ അമ്മയുടെ ഒരു പടവും അമ്മയോടുള്ള മധ്യസ്ഥതയുമാണ് അവര് നേരെ കപ്പലിൽ ചെയ്യുന്ന തൊട്ടകത്ത് തന്നെ അവര് കൊടുത്തിട്ടുള്ളത്. പുറകിലും അമ്മയോടുള്ള മധ്യസ്ഥത തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥന സമയത്തെല്ലാം വിളിച്ചു പറഞ്ഞു, ഇന്നു മുതൽ ഈ ശാലോം എന്ന് പറയുന്ന മാസികയുള്ള അമ്മ മാത്രമാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ വിലക്കില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് തുടങ്ങി പിറ്റേ ദിവസം തുടങ്ങി ഇതാ ഒരു വ്യക്തി വെല്ലുവിളികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തമിഴ്നാട്ടിലാണ് വിളിക്കുക, ഒരു 200 പേരെ കണ്ടുപിടിച്ച് ഞാൻ പരിസംഖ്യ എടുപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. അവിടെ തുടങ്ങിയില്ല. ഇന്ന് അവർ അടിക്കുന്നത് ഏറെക്കുറെ 10 ലക്ഷത്തിന് മുകളിൽ കോപ്പിയാണ്. ഇന്ന് അവരുടെ ചാനലുകളാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയ്ക്ക് തന്റെ ബലഹീനതയെ സമർപ്പിച്ചപ്പോൾ അമ്മയോട് ഇടപെടുക. അതുകൊണ്ട് മക്കള് വിദ്യാഭ്യാസത്തിൽ പിന്നോട്ടുള്ള മക്കള് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. ബിസിനസ് മേഖലയിൽ പിന്നോട്ട് നൽകുകയാണെങ്കിൽ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. ഞാൻ പറയുന്നില്ല, അമ്മയുടെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുക. കാര്യം നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് പരിശുദ്ധ അമ്മയാണ് എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥത ലോകമെന്ന് പറഞ്ഞോട്ടെ, ലോകത്തെ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ വീണ്ടും എന്റെ അനുഭവമാണ് എടുത്ത് പറയുന്നത്. നിന്റെ കണ്ണ് പറഞ്ഞാൽ നിന്റെ അരികിലേക്ക് വരുന്നത് അമ്മയാണ്. വ്യക്തി അമ്മ ഒരു പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്ത സാഹചര്യത്തിലും പരിശുദ്ധ അമ്മ നിന്നെ മനസ്സിലാക്കും. യാതൊരു കാരണവശാലും പരിശുദ്ധ അമ്മ നിന്നെ കൈവിട്ട് കളയത്തില്ല. അതുകൊണ്ട് അമ്മയുടെ മാനസിക അഭയപ്പെടാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ, ലോകം പല രീതിയിൽ പല വ്യാഖ്യാനങ്ങൾ നടത്തുന്നു. അതിനൊന്നും ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. നിഷ്കളങ്കമായിട്ട് എന്റെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ നമുക്ക് മേടിച്ചു തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തിന്? മരണസമയത്ത് പോലും നമുക്കറിയാം, ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ ഐശ്വര്യത്തിനുള്ളിൽ വരെ ആ വാതിൽ വരെ ഓർത്തു. എന്റെ മരണസമയത്ത് എന്നെ സഹായിക്കാൻ ആരെയും സാധിക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കൃപകളുടെ സമാധാനം ഞങ്ങളുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ പാപിക്കാരങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത്. പ്രിയപ്പെട്ടവരെ, മരണസമയത്ത് നീ മാതാവിനെ എന്റെ മാതാവിനെ അമ്മയെ വിളിക്കുകയാണോ? നിന്റെ മരണസമയത്ത് നിന്നെ ആശ്വസിപ്പിക്കുക, നിന്നെ കാണുവാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരിലും
മാതാവിനോട് ശക്തമായ മാനസിക അഭയപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ മരണസമയത്ത് അവർ ശാന്തമായി വലിക്കുന്ന സമയത്ത് മാതാവിനെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മരണസമയത്ത് പോലും നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്നെ താങ്ങുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുന്നു. അതുകൊണ്ട് അമ്മയുടെ മാനസിക അഭയപ്പെടാൻ നമ്മൾ മറ്റുള്ള ബുദ്ധിയുടെ തലങ്ങളെല്ലാം ഇട്ട് അമ്മയുടെ മാനസിക അഭയപ്പെടാനൊക്കെ നമുക്ക് ഇടയാക്കണം. അമ്മ നമുക്ക് ഏറ്റവും ശക്തമായ സഹായമാണ്. കർത്താവ് ഈ ലോകത്തിൽ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട 2 സമ്മാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും, 1 പരിശുദ്ധാത്മാവ്, 2 പരിശുദ്ധ അമ്മയാണ്. കർത്താവ് ഈ ലോകത്തിൽ നൽകിയ 2 സമ്മാനങ്ങളാണ്. നമുക്കായിട്ട്, തന്റെ മക്കൾക്കായിട്ട് കർത്താവ് നൽകിയ 2 സമ്മാനങ്ങളാണ്. 1 പരിശുദ്ധാത്മാവും, 2 പരിശുദ്ധ അമ്മയും. അതുകൊണ്ട് ഇന്നു മുതൽ മാതാവേ എന്നുള്ള വിളി നമ്മുടെ ചണ്ടിയാണെന്ന് പറയപ്പെട്ടവരെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്ന ഒരു സംഗതിയാണ്. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 46-47 വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതാണ്. മുമ്പേ പരിശുദ്ധ അമ്മയുടെ കീർത്തനം നമ്മൾ വായിച്ചപ്പോൾ അതിനകത്ത് പ്രിയപ്പെട്ടവരെ വായിച്ചു 47-ാം വചനം, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു, എന്റെ ആത്മാവ് എന്റെ ദൈവത്തിൽ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവത്തിലാണ് സന്തോഷം കിട്ടുന്നത്. നമ്മുടെ സന്തോഷം കിട്ടുന്നത് വേറെ പലതിലുമാണ്. പക്ഷെ പരിശുദ്ധ അമ്മ സന്തോഷം കിട്ടുന്നത് ദൈവത്തിലാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ. ചില ചേട്ടായിമാർക്ക് സന്തോഷം കണ്ടെത്തുന്നത് 2 സുഖമായിരിക്കും. ചില ചേട്ടന്മാർക്ക് അനിമാർക്ക് സന്തോഷം കണ്ടെത്തുന്നതിൽ സീരിയൽ ഉപയോഗിച്ചിരിക്കും. പ്രിയപ്പെട്ടവർക്ക് പല രീതിയിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. പക്ഷേ പരിശുദ്ധ അമ്മ സന്തോഷം കണ്ടെത്തിയത് ദൈവത്തിലാണ്. അതാണ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിരിക്കുന്ന കാര്യം. പല രീതിയിലാണ്. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ നമ്മുടെ എന്നോട് പറഞ്ഞു, പരീക്ഷ കഴിയും. ഞാൻ ചോദിച്ചു, ആ പരീക്ഷ ഒന്ന് റിലാക്സ് ആണ്, ഒരു സിനിമ കാണുക. പരീക്ഷ കഴിഞ്ഞാൽ അവിടെ റിലാക്സ് ആണ്, സന്തോഷം കണ്ടെത്താൻ സിനിമ കാണുക. പ്രിയപ്പെട്ടവരെ, എന്തൊരു അവസ്ഥയാണ്. സിനിമയെ സന്തോഷം കണ്ടെത്തുന്നത്, മദ്യപാനത്തിൽ സന്തോഷം കണ്ടെത്തുന്നത്, പുകവലിയിൽ സന്തോഷം കണ്ടെത്തുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ. പുതിയ വീട് പണിതു, ഒരു പണിക്കാർക്കെല്ലാം കുപ്പി മേടിച്ചു കൊടുത്തു, അത് തന്നെ ഒരു സന്തോഷം. ഈ അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ലൗകികതയിൽ സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുമ്പോൾ അതുപോലെ നമുക്ക് സ്വസ്ഥതയില്ല. പരിശുദ്ധ അമ്മയാവട്ടെ ദൈവത്തിൽ ഒരു സന്തോഷം കണ്ടെത്തിയ വ്യക്തിയാണ്. ദൈവത്തിൽ സന്തോഷം കണ്ടെത്തിയ വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാരൊക്കെ പറയാറുണ്ട്, പുരോഹിതന്റെ ഏറ്റവും വലിയ സഹായം പരിശുദ്ധ അമ്മയാണ്. ഞാൻ കുറച്ച് വിശ്വസിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഏതൊരു പുരോഹിതനും ഏറ്റവും വലിയ സഹായം പരിശുദ്ധ അമ്മയാണ്. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാൻ വൈദികനാണ് കാണുന്നത്. ഇനി ഈ നിമിഷം ഞങ്ങളുടെ നിൽക്കുന്നവരെ എപ്പോഴൊക്കെ മാതാവിനെ നിർദ്ദേശിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ മാതാവിന്റെ ജീവിതം വന്നിട്ടുണ്ട്. അതാണ് എന്റെ നമ്മുടെ വിദ്യ ജീവിതത്തില് ഞാൻ ഇത്രയും ചങ്കുലത്തോട് നിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല്, ഞാൻ പല പ്രതിസന്ധികളുണ്ടാകുമ്പോഴും ആരോപണങ്ങളുണ്ടാകുമ്പോൾ ഒതുങ്ങാതിരിക്കാനുള്ള കാരണമല്ല. എപ്പോഴൊക്കെ കണ്ണീരൊഴുക്കി മാതാവിനെ വിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അമ്മയുടെ ജീവിതം വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുക, മാതാവിന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ പോലെ നമ്മളും ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ലൂർദ് എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പുരോഹിതന്മാർക്ക് പരിശുദ്ധ അമ്മ അച്ഛന്മാർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത് നല്ലതാണ്. അച്ഛന്മാരോട് കൊടുക്കുന്ന സന്ദേശം ഇതാ, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുണ്ട്. അവിടെ ഇതാണ് പറയുക, നിനക്ക് പുരോഹിതനും മാതാവ് കൊടുക്കുന്ന സന്ദേശം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാലിക്കും. ഇന്ന് വരെ ഞാൻ പാലിച്ച ഒരു കാര്യമാണ്. ഇന്ന് വരെ ഈ നിമിഷം ഞാൻ പാലിച്ച മാതാവിന്റെ ഒരു കൽപ്പന പോലെ ഞാൻ പാലിച്ച ഒരു കാര്യമാണ്. ഇതാ മാതാവ് പുരോഹിതന്മാരോട് പറയുന്നു, നിനക്ക് ഈ ലോകത്ത് ആരോടും പരിഭവിക്കുവാനോ ദേഷ്യപ്പെടാനോ ഉള്ള അവകാശമില്ല. അച്ഛന്മാർക്ക് ഈ ലോകത്ത് ആരോടും പരിഭവിക്കാനോ ദേഷ്യപ്പെടാനോ ഉള്ള അവകാശമില്ല. കാരണം നീ ഒരു പുരോഹിതനാണ്. മറ്റുള്ളവരുടെ ശകാരങ്ങളും ആരോപണങ്ങളും ഒക്കെ നിന്റെ ഓഹരികളാണ്. അത് നീ ഏറ്റെടുത്തേ മതിയാവും.
സാമൂഹികമായാണ് ഗർഭം ധരിച്ചു എന്നുള്ള രീതിയിൽ യോസാബി എന്ന് പറയുന്ന മനുഷ്യന്റെ നേതൃത്വത്തിൽ അന്നൊരു സംഘടന ഉണ്ടായി. ആ നാട്ടിൽ തന്നെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ മാതൃസ്ഥിതിയിൽ അഭയപ്പെട്ട് നമ്മൾ ജീവിക്കേണ്ട ഒരു സമയമാണ്. പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് സാധിക്കണം എന്ന ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ. തമ്പുരാൻ ഇടപെട്ട് കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ പോലെ നമ്മുടെ ജീവിതവും അർത്ഥപൂർണ്ണമാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ശലോമോൻ രാജാവിനെ കുറിച്ചൊരു കഥയുണ്ട്. ശലോമോൻ രാജാവ് ഒരിക്കലും ഷേബാരാജ്ഞി ശലോമോൻ രാജാവിലേക്ക് വന്നിട്ട് ശലോമോൻ രാജാവിനെ പരീക്ഷിക്കാൻ വേണ്ടി 2 പൂക്കൾ, സ്കൂളൊക്കെ പഠിക്കണമാണ്, 2 പൂക്കൾ വളരെ സാമ്യമുള്ള 2, ഒരു രീതിയിലും വളരെ ഒരു ചെറിയ വ്യത്യാസം പോലും ഇല്ല, വളരെ സാമ്യമുള്ള 2 പൂക്കൾ എടുത്തുകൊണ്ട് മുമ്പിൽ വെച്ചിട്ട് ദൂരെ അല്പമാനം വെച്ചിട്ട് ശലോമോൻ രാജാവിനോട് പറഞ്ഞു, താങ്കൾ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ശലോമോൻ രാജാവ് കൃത്യമായിട്ട് ഏതാണ് ഒറിജിനൽ പോകുന്നത് തിരിച്ചറിഞ്ഞു എന്നാണ് കഥയ്ക്കകത്ത് പറയാം. എങ്ങനെ തിരിച്ചറിയുന്നു എന്ന് ചോദിച്ചാൽ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വണ്ട് വന്ന് ഈ ഒറിജിനൽ പുക ഇതാണ് ഈ കഥയ്ക്കകത്ത് പറയാം. പ്രിയപ്പെട്ടവരെ, ഇത് ഈ ഒരു സംഭവം കഥയുടെ സംഭവം എന്തുമായിക്കോട്ടെ, പ്രിയപ്പെട്ടവരെ, ഈ ശലോമോൻ രാജാവിന്റെ രാജകൊട്ടാരത്തെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഇതൊരു അത്ഭുതമാണ്. എന്ന് പറഞ്ഞാൽ ശലോമോൻ രാജാവിന്റെ രാജകൊട്ടാരം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രാജകൊട്ടാരമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ റോമേനിയയിൽ കിടക്കുന്ന പോലെ ഏക്കറകണക്കിന് നടക്കുകയാണ് കെട്ടിടം. അതിന് ഒത്ത നടുക്കാണ് ഏറ്റവും സുരക്ഷിതത്വം കൊടുക്കേണ്ടതുകൊണ്ട്, ശത്രുക്കളുടെ ആക്രമണം വന്നാൽ ഏറ്റവും സുരക്ഷിതത്വം കൊടുക്കേണ്ടതുകൊണ്ട് ഏറ്റവും നടുക്കാണ് ഈ രാജാവിന്റെ അന്തപുരയും ഈ രാജാവിരിക്കുന്ന വലിയ ദർബാർഹാളൊക്കെ. അതൊക്കെ വളരെ സ്വർണ്ണം കൊണ്ട് പോലും പൂശപ്പെട്ടിട്ടുള്ള സ്വർണ്ണ പാളികൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നതാണ് ഈ രാജാവിന്റെ അന്തപുരയും ഈ ദർബാർഹാളൊക്കെ. പ്രിയപ്പെട്ടവരെ, ഒരു ഈച്ച ആയിരക്കണക്കിന് പടയാളികളാണ് പാറാവ് നിൽക്കുക, കാവൽ നിൽക്കുക. ഇതിലേക്ക് കൊട്ടാരത്തിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇതിലേക്ക് വിശിഷ്ടമായ സ്വർണ്ണങ്ങളും രത്നങ്ങളും ഒക്കെ അതുപോലെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്ന ഈ ഇത്രയും ഈ വലിയ കൊട്ടാരത്തിനകത്തേക്ക് ഒരു വണ്ട് പൂന്തോട്ടത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യന്റെ ബുദ്ധിയല്ല, ദൈവത്തിന്റെ ആരാധനയ്ക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പരിശുദ്ധ അമ്മ സ്വന്തം ബുദ്ധിയെ ആശ്രയിച്ചില്ല, അതിനുവേണ്ടി പരിശുദ്ധ അമ്മ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മ ദൈവത്തിനെ തന്നെ വിട്ടുകൊടുക്കുകയും, പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ദൈവത്തിനെ പരിശുദ്ധ അമ്മയെ പോലെ തന്നെ വിട്ടുകൊടുക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. അടുത്തതായിട്ട് പറയാനുള്ളത് പരിശുദ്ധ അമ്മ. നമുക്കറിയാം, നമ്മളിപ്പോ ഭാഗ്യവതി അമ്മയെന്ന് പറഞ്ഞുകൊണ്ടുള്ള പാടി. എന്ത് ഭാഗ്യം! തന്റെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, യുനാക്കിയും ഹന്നാവുള്ള വൃദ്ധ ദമ്പതികൾക്ക് പരിശുദ്ധ അമ്മ ഉണ്ടായി. മുലകുടി മാറിയ പ്രായത്തിൽ തന്നെ പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ കൊണ്ട് ആക്കിയെന്നാണ് പറയുക. പ്രിയപ്രവചിക്കുന്ന ചരിത്രത്തിൽ അങ്ങനെയാണ് പറയുക. മുലകുടി മാറിയ പ്രായത്തിൽ തന്നെ റോഡിയായ പ്രായത്തിലോ 2 വയസ്സ് കൂടിപ്പോയി. ഈ 2 വയസ്സിൽ തന്നെ പരിശുദ്ധ അമ്മയെ കൊണ്ട് ദേവാലയത്തിൽ കൊണ്ടായിരുന്നു. അതിനുശേഷം അച്ഛന്മാരോടൊപ്പം ദേവാലയത്തിലാണ് ജീവിതം. അച്ഛന്മാരോടുള്ള ജീവിതം കൂടുതൽ മഹാകഷ്ടമാണ്. എന്റെ ഭാര്യ ചോദിച്ചാൽ അവൾ പറയും, ഭയങ്കര കഷ്ടമാണ്, ഏറ്റവും വലിയ ദുരന്തം. പ്രിയപ്പെട്ടവരെ പറയുന്നത്, അതിനുശേഷം ഈ 2 വയസ്സ് 2 വയസ്സുകൊണ്ട് ദേവാലയത്തിൽ താമസിച്ചു. അപ്പനും അമ്മയുടെ ഒരു സംരക്ഷണമൊന്നും കിട്ടിയിട്ടില്ല, ഒരു പരിചരണവും സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. ദേവാലയത്തിൽ കിടക്കിടക്ക് അവർക്ക് അന്തേവാസിയായിട്ട് ജീവിച്ചു. വല്ലതും കിട്ടിയാൽ കഴിയും. തുന്നൽപ്പണിയാണ് പോയി പഠിപ്പിച്ചത്. തുന്നൽപ്പണിയൊക്കെ എടുക്കും, രാത്രിയില്ലാതെ കഷ്ടപ്പെട്ടു. വളരെ സുന്ദരിയാണ്, അതുകൊണ്ട് തന്നെ കെട്ടിച്ചു വിടാം എന്നുള്ള ആഗ്രഹം വൈദികർക്ക് തോന്നി, പുരോഹിതന്മാർക്ക് തോന്നി. പക്ഷെ അമ്മയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു കന്യകയായിട്ട് ജീവിതകാലം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച് ഈ ദേവാലയത്തിൽ ജീവിക്കുവാണ്. പക്ഷെ പുരോഹിതന്മാർ പറഞ്ഞു, നീ ഇപ്പൊ സുന്ദരിയായതുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ നോക്കത്തില്ല, അതൊക്കെ വലിയ റിസ്ക്കാണ്, നിന്നെ വിവാഹം കഴിപ്പിക്കും. അപ്പോൾ തന്നെ പരിശുദ്ധമ്മയ്ക്ക് അടുത്ത വേദനയാണ്. തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കന്യകയായിട്ട് ജീവിക്കണമെന്നാണ്. അതിനാൽ തന്നെ ആദ്യം തന്നെ പുരോഹിതന്മാർ ഒരക്ഷരമില്ലാതെ സഹിക്കുക, ഒരക്ഷരമില്ലാതെ സഹിച്ച് പ്രവർത്തിക്കുക. അവസാനം
വാർത്ത കേൾക്കുന്നു, അത് സ്വീകരിക്കുന്നു. പിതാവ് പോലും ഒരു സമയത്ത് ഇത് പരിശുദ്ധാത്മാവിനെ ഗർഭം ധരിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഇത് യോസേഫ് പിതാവ് പോലും വിശ്വസിച്ചില്ല എന്നുള്ള അവസ്ഥയാണ്. യോസേഫ് പിതാവ് പോലും ഇവിടെ അവിഹിതമായിട്ട് ഇവിടെ ഗർഭം ധരിച്ചതുള്ള രീതിയിലാണ് നോക്കുക. ഏതൊരു സ്ത്രീക്കും അവിടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് തന്റെ ഭർത്താവ് തന്നെ സംശയത്തോടുകൂടി നോക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതിലൂടെ പരിശുദ്ധമ കടന്നു പോകരുത്. ചാർച്ചക്കാരൊന്നും ഇത് വിശ്വസിച്ചില്ല, ബന്ധുക്കളൊന്നും ഇത് വിശ്വസിച്ചില്ല. ആ രീതിയിൽ പരിശുദ്ധമ മുന്നോട്ട് പോവുക. എത്ര സഹനങ്ങളാണ്, നിറവേറമായിട്ട് ഓടേണ്ടി കിലോമീറ്ററുകളോളം ഓടേണ്ടി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, പ്രസവിക്കാൻ സംരക്ഷിക്കുവാനോ അതിന് രക്ഷ കൊടുക്കാനൊന്നും ആയിരിക്കും കാര്യത്തിൽ പ്രസവിക്കേണ്ടി വരും. പ്രസവിച്ചതിന് ശേഷം അന്നേരം തന്നെ എഴുന്നേറ്റ് വീണ്ടും ദീർഘദൂര യാത്ര ചെയ്ത് പോകേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, എന്നാണ് ഈ പരിശുദ്ധമ സ്വസ്ഥത അനുഭവിച്ചിട്ടുള്ളത്? അതിനുശേഷം തന്റെ മകനെ കഷ്ടപ്പെട്ട പരിശുദ്ധമ വളർത്തി 30 വയസ്സിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പോവുകയും പിന്നീട് കേൾക്കുന്നത് ഒരു ഭ്രാന്താണ് എന്നാണ്. ചിലരവർക്ക് ഭ്രാന്തനാണ്, ഭ്രാന്തന്റെ അമ്മയെന്ന് പറഞ്ഞ് കേൾക്കേണ്ടി വരും. ഇത് പിശാചിന്റെ തലവരാണെന്ന്, പിശാചിന്റെ മകൻ പിശാചിന്റെ തലവനാണ്, പൈശാചികം ബന്ധനമുള്ളവനാണെന്ന് കേൾക്കേണ്ടി വരും. ഇതൊക്കെ കേൾക്കേണ്ടി വരും പരിശുദ്ധമ. അങ്ങനെ ഏറ്റവും കൊടുക്കാം ഈ സഹനങ്ങളിലൊക്കെ ഏറ്റവും കൊടുക്കാം താൻ പ്രാണം കൊടുത്ത് താൻ നേടിയെടുത്ത വളർത്തിക്കൊണ്ടുവന്ന മകനെ ഒരു എന്താ പറയുന്നത്, ആ കാലഘട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ ഒരു മാനുഷികമായ പരിഗണന കൊടുക്കാതെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച് കുരിശിൽ തൂക്കി കൊടുക്കുന്നതാണ് നിൽക്കേണ്ടത്. അതിനുശേഷം അമ്മയുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട സ്വസ്ഥത അനുഭവിച്ചു. സഹനങ്ങളെയാണ്. എന്നിട്ടും നമ്മളെല്ലാം വെച്ചിരിക്കുന്നു ഭാഗ്യവതി പറയുന്നു, ഭാഗ്യവതി അമ്മയെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ അതിനകത്തൊരു സത്യം മനസ്സിലാക്കുക. ഈ ലോകത്തിൽ നമ്മുടെ സഹനങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ലോകത്തിലെ സഹനങ്ങളും ഭാരങ്ങളും ഒക്കെ എനിക്ക് നിശ്ചയമായിട്ടും സ്വർഗത്തിൽ ഭാഗ്യത്തിന് കാരണമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഫിലിപ്പ് റോഡ്രിക്സ് എന്ന് പറയുന്ന ഒരു ഭക്തനുണ്ട്. ആ മനുഷ്യനാണ് ഈ പാട്ട് പാടിയത്. പ്രിയപ്പെട്ടവർ, ഈ മനുഷ്യൻ തളർവാദ രോഗം വന്ന കേവലം 36-ാമത്തെ വയസ്സിൽ മരിച്ച മനുഷ്യനാണ്. 4 വർഷക്കാലം തളർവാദ രോഗം വന്ന് കിടന്ന് ഹൃദയം കിടക്കുന്നു. ആ മരണത്തിന് തൊട്ട് മുമ്പ് ഈ മനുഷ്യൻ പാടിയ പാട്ടാണ്. ഇത് 4 വർഷമായിട്ട് തളർന്നു കിടന്ന ഒരു ചെറുപ്പക്കാരൻ പാടിയ പാട്ടാണ് ഭാഗ്യതാണ് ഭാഗ്യതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലുള്ള ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾക്കൊക്കെ ഒരുപാട് വിധത്തിലെ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ സഹിക്കുക. നിശ്ചയമായും എന്റെ ദൈവം എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു സൗഭാഗ്യകരമായ അവസ്ഥ ഒരുക്കി വെച്ചിട്ടുണ്ട്. പരിശുദ്ധ ഈ ലോകത്ത് ജീവിച്ചിരുന്നതോളം കാലം ഒരു ദിവസം പോലും സ്വസ്ഥത അനുഭവിച്ചില്ല. പക്ഷേ ലോകം മുഴുവൻ പരിശുദ്ധമയെ ഭാഗ്യവതി എന്ന് കീർത്തിക്കുന്നു. കാരണം എന്താ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ സഹനങ്ങളോ വേദനകളൊന്നും അല്ല, സ്വർഗത്തിലെ നമ്മുടെ സ്ഥാനമാണ്. ഞാൻ ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ എന്നുള്ള തിരിച്ചറിയാനുള്ള മാർഗം. ഇവിടെ എത്ര വലിയ ആഡംബരത്തിൽ ജീവിച്ചു, എത്ര വലിയ പ്രബലനായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മരണശേഷം ഞാൻ നരകത്തിലാണ് പോകുന്നെങ്കിൽ ഒരു കാര്യമില്ല. ഇവിടെ എത്ര ഭാരപ്പെട്ട, എത്ര ഇടിമി, എത്ര വേദനയിലൂടെ ജീവിച്ചെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ നമ്മളെ മറ്റുള്ളവർ ചൗട്ടിത്തേച്ചെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ ആരോപണങ്ങളിലൂടെ നമ്മൾ കടന്നുപോയെന്ന് പറഞ്ഞാലും, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ തരണം ചെയ്ത് എനിക്ക് വേണ്ടി ഒരു സ്വർഗത്തെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ്. ഈ ലോകത്തിലെ സഹനങ്ങളും വേദനകളും ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഇത്രയും ആലോചിക്കുള്ളൂ. പരിശുദ്ധ അമ്മ പറഞ്ഞു, സർവവംശങ്ങളും നിന്നെ ഭാഗ്യവതിയെന്ന് വായിച്ചു. എന്ത് കണ്ടിട്ടാണ്? പരിശുദ്ധ അമ്മയുടെ ഈ ലോകത്തെ ജീവിതം കണ്ടിട്ടാണ്. എന്ത് ഭാഗ്യമാണ് പ്രിയപ്പെട്ട സഹനങ്ങളുടെ ഒരു നീണ്ട നിര. ഓർമ്മ വെച്ച കാലം മുതൽ വാങ്ങിപ്പിന്റെ സമയം വരെ സഹനങ്ങൾ മാത്രം ലഭിച്ച സ്ത്രീയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ സഹനങ്ങളിലുള്ള പരിശുദ്ധ അമ്മ നേടിയെടുത്ത സ്വർഗത്തിലെ സ്ഥാനത്തിലാണ് പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അയ്യോ ഞാൻ നിർഭാഗ്യവാനായി പോയല്ലോ, നിർഭാഗ്യവതിയായി പോയല്ലോ എന്ന് നമ്മൾ വിലപിക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എനിക്ക് സ്വർഗത്തിലെ സ്ഥാനമാണ്. ഞാൻ ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണുള്ള എന്നെ കുറിച്ച് വിലയിരുത്തുവാനുള്ള ഒരു അവസ്ഥ
വേദനിക്കുന്ന മാതാപിതാക്കൾ രീതിയിൽ പരിശുദ്ധമ്മ ആ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളത്. അപ്പനും അമ്മയും നഷ്ടപ്പെട്ടതിൽ വേദനിക്കുന്ന ആരെങ്കിലും പരിശുദ്ധമ്മ ആ സഹനത്തിലൂടെ കടന്നു പോയിട്ടുള്ളത്. പരിശുദ്ധമ്മ കടന്നു പോകാത്ത ഏത് സഹനമാണ് പ്രിയപ്പെട്ടവരെ? അതൊക്കെ അനുഭവിച്ച സഹനങ്ങളാണ് പരിശുദ്ധ അമ്മയെ സ്വർഗത്തിൽ ഇത്ര സ്ഥാനത്തിന് കാരണമാക്കി മാറ്റിയത്, ഭാഗ്യത്തിലുള്ള പ്രേരണയാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതമല്ലോ കാരണം ആധാരം അതിനുപരി സ്വർഗത്തിലേക്ക് ജീവിതമുണ്ട്. സ്വർഗത്തിലെ ജീവിതം ആ ഈ ഭൂമിയിലെ സഹനങ്ങളോ വേദനകളൊക്കെ സ്വർഗത്തിൽ നമുക്കുള്ള വലിയൊരു നിക്ഷേപമാണെന്നുള്ള സത്യം പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഒരു ജീവിതം നയിക്കുക. സഹനങ്ങളും വേദനകളും വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നവണ്ണം നമുക്ക് ഇടയാകട്ടെ. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, അമ്മയെ മാതാവിനെ വിളിച്ചാൽ പരിശുദ്ധ അമ്മ മറുപടി മാതാവിനെ വിളിച്ചാൽ പരിശുദ്ധ അമ്മ മറുപടി തന്നിരിക്കുന്നു. വിശ്വസിച്ചാൽ വിശ്വസിച്ചില്ലേ? ഇവിടെ ഞായറാഴ്ച പ്രിയപ്പെട്ടവരെ വിശുദ്ധ എനിക്ക് തോന്നാറുണ്ട് വിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. പരിശുദ്ധ അമ്മയെ മാതാവിനെ വിളിക്കുന്ന സമയത്ത് അമ്മ കൂടെ നിൽക്കുന്നത് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ കരഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ കണ്ണോടുകൂടി ശ്രദ്ധിക്കുക. അമ്മ തന്നെ പൊതിഞ്ഞു പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിന്റെ കുറവുകൾ, ഇതിന്റെ ന്യൂനതകൾ നമുക്കറിയാം. പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ ബലഹീനതകളെ പൊതിഞ്ഞു പിടിച്ച് നമ്മളെ സഹായിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നാനായ കല്യാണത്തിൽ അവർക്ക് ഓർമ്മ വന്നപ്പോൾ പരിശുദ്ധ അമ്മ അതിനെ പൊതിഞ്ഞു പിടിക്കാനാണ് ശ്രമിച്ചത്. തന്റെ മകനോട് പറഞ്ഞു, അവർക്കൊരു കുറവുണ്ട്, വീഞ്ഞ കുറവുണ്ട്, നീ അവരെ സഹായിക്കണം, മറ്റാരും അറിയുന്നത് നീ പെട്ടെന്ന് സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, ആരും വിഷമിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഇഷ്ടമല്ല, ആരും കരയുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഇഷ്ടമല്ല. നമ്മുടെ സത്യം മനസ്സിലാക്കിയോ? അമ്മ മാതാവിനെ വിളിച്ച് നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് അമ്മയും നിങ്ങൾക്ക് വേണ്ടി കരയുന്നു. ഇവരോട് പറയട്ടെ, അമ്മ മാതാവിനെ വിളിച്ച് നിങ്ങൾ ഈ നിമിഷങ്ങളിൽ ഈ ആരാധനയിൽ കരയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പരിശുദ്ധ അമ്മയിൽ നിന്ന് കരയുന്നുണ്ട്. അമ്മയുടെ കണ്ണിൽ ഒരിക്കലും സ്വർഗം തന്റെ അമ്മ കരയാൻ ഒരു മകനും ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കരയാൻ അമ്മയുണ്ട്. അതാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമ്മയുടെ മാനസികപ്പെട്ട് നിഷ്കളങ്കമായി വിശ്വസിച്ച് അമ്മയെ മാതാവിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് ഇനിയുള്ള നിമിഷങ്ങളിൽ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ആരോഗ്യങ്ങളിലും എല്ലാവരും ഒക്കെ വീഴേക്കാം. ഈ സമയത്ത് നമുക്ക് അമ്മയുടെ മാനസികപ്പെടാം. പ്രാർത്ഥന വിഷയങ്ങളെല്ലാം ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇപ്പോൾ സർവേശ്വരൻ എല്ലാവരും ചേർന്ന് പാടണം. ആരും എല്ലാവരും ചേർന്ന് സർവേശ്വരൻ ഗാനം ആരംഭിക്കും. ആ സമയത്ത് എല്ലാവരും ചേർന്ന് കണ്ണുകൾ അടച്ച് എന്റെ കൂടെ എനിക്ക് അന്ന് നിൽക്കുന്നുണ്ടാകുന്ന ബോധ്യത്തോടുകൂടി എല്ലാവരും ചേർന്ന് ഈ സമയം അവരുടെ മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അമ്മ എന്റെ അമ്മയാണ്. മാതാവ് പറഞ്ഞു, അമ്മേ ഇന്ന് മുതൽ നീയാണ് എന്റെ അമ്മ. അങ്ങനെ ഒരു വാഗ്ദാനം എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ദൈവികത ഇടയിൽ നിൽക്കുന്നവരുടെ മുമ്പോട്ട് കേൾക്കുവാൻ ഈ ആരാധനയുടെ സമയത്ത് സ്ഥിരീകരണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകമായ പ്രാർത്ഥനയാണ്. ആവശ്യമില്ല. സാന്നിധ്യത്തിൽ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കണം. എല്ലാവരും കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി അമ്മയുടെ മാധ്യസ്ഥതയിൽ ശക്തമായിട്ട് അഭയപ്പെടാം. സ്വർഗത്തിലും ഭൂമിയിലും ഇത്ര ശക്തിയേറിയ മറ്റൊരു മാധ്യസ്ഥതയില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് നമ്മളെ പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കുന്ന ഈ സമയത്ത് നമ്മളെ പ്രാർത്ഥിക്കാം. Oh
കർത്താവേ, ഈ സമയം നമുക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മാതാവേ നിന്റെ കരുണയിൽ അറിഞ്ഞെടുക്കുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കും. നിന്റെ ജീവിതത്തിൽ നൽകുന്ന തടസ്സങ്ങൾ മാറ്റുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കും. നിന്റെ ശക്തിയായ ഭാവന വേദനകളെല്ലാം പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ക്രൂശിലൂടെ സമർപ്പിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് ക്രൂശിന് ചുവട്ടിൽ നിൽക്കുന്നതായി നമുക്ക് നോക്കാം. ജീവിതപകാരം നഷ്ടപ്പെട്ടു. അകപ്പാടിലുള്ള മകൻ ഇതാ ക്രൂരമായി വധിക്കപ്പെട്ടു. അപ്പനും പോയി ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടതാണ്. ആരുമില്ലാത്തവരായ ഒരു അനാഥനെ പോലെ വിങ്ങിയെത്തി ക്രൂശിനെ കൊണ്ട് കയറി നിൽക്കുന്ന അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇവിടെ അങ്ങനെയുള്ള ചില മക്കൾ നിൽക്കുന്നുണ്ട്. എല്ലാവരും കൊണ്ടാണെങ്കിലും ആരുമില്ലാത്തവരെ പോലെ ജീവിക്കുന്ന മക്കൾ നിൽക്കുന്നു. ആരാലും മനസ്സിലാക്കപ്പെടാത്തവരെ നിൽക്കുന്നു. ജീവിതപരമായി മനസ്സിലാക്കുന്നില്ല, മക്കൾ മനസ്സിലാക്കുന്നില്ല, സഹോദരങ്ങൾ മനസ്സിലാക്കുന്നില്ല. എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടു, എല്ലാവരും അവതരിക്കപ്പെട്ട, എല്ലാവരും പുരസ്കരിക്കപ്പെട്ട ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന മക്കൾ ഇങ്ങനെയുള്ള മക്കളുടെ എല്ലാം ഈ സമയങ്ങളിൽ ദൈവം വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മാനസികമായ ഓരോ മക്കളെയും ആദരിക്കട്ടെ. കരയുന്ന ഓരോ വീട്ടിലും വീട്ടിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. കരയുന്ന ഓരോ വീടിനും വീട്ടിലും ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് പരിപൂർണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ അറിയുന്ന മാതാപിതാക്കളുള്ളത് മാതാപിതാക്കളെ അറിയുന്ന മക്കളും വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ പിന്നോക്കം പോയിട്ട് ഒരു രീതിയിലും ഉയർന്നു വരാൻ സാധിക്കാത്ത മക്കളുടെ നിസ്സഹായമാണ്. പലതരത്തിൽ വേദനകൾ അനുഭവിക്കുന്ന മക്കളുണ്ട്. ഈ മക്കളുടെ എല്ലാവരും അമ്മയുടെ മാനസിക വഴിയായിട്ട് ദൈവകൃപ വ്യാപരിക്കാൻ വേണ്ടി ഈ സമയത്ത് വൃക്ഷമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അമ്മയുടെ സാന്നിധ്യം നിലനിൽക്കുന്ന ഈ ദേവാലയത്തിലൂടെ
അമ്മയ്ക്ക് അവരുടെ വേദന വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ എലിശബ ഗർഭിണിയാണെന്ന് അറിയുന്ന നിമിഷം അവളെ പരിചരിക്കാൻ അമ്മ ഓടിയെത്തുന്നത്. മക്കളില്ലാത്ത ദമ്പതികളുടെ വേദനയെ അമ്മയ്ക്ക് വ്യക്തമായി അറിയാം. മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും തമ്പുരാനെ ഇപ്പോൾ അവരുടെ അമ്മയുടെ മാനസികമായിട്ട് അവിടുന്ന് ഇടപെട്ട് ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ മക്കളില്ലാതെ ഇവിടെ നിൽക്കുന്ന ദമ്പതികൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന മക്കൾ അടുത്തെടുക്കുന്നതിന് ഒരു കുഞ്ഞിനെയുമായി വന്ന് ഇവിടെ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഭർത്താവാണ്. അമ്മയുടെ മാനസിക ഈ സമയം സ്വപ്നം തുറന്ന് ദൈവങ്ങളെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു കുഞ്ഞിനെയുമായി വന്ന് ഈ ദേവാലയം വന്ന് ആ കുഞ്ഞിനെ അനുഭവമുള്ള ഭർത്താവാണ്. അമ്മയുടെ മാനസികതയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അമ്മയുടെ കരങ്ങളിലേക്ക് മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മദ്യപാനം മറ്റു മുസ്ലിംകൾക്കൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മദ്യപാനം പോലെ നാളെ ജീവിക്കുന്ന കുടുംബങ്ങളാണ്. സാമ്പത്തികമായിട്ട് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണ്. കടബാധിതരായിരിക്കുന്ന കുടുംബങ്ങളാണ്. അവരുടെ കുടുംബങ്ങളെല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, പരസ്പരം കരവീഴ്ച നിൽക്കുന്ന നിരവധി സഹോദരങ്ങൾ ഞങ്ങളുടെ ഇടയിൽ അമ്മയുടെ മാനസികമായിട്ട് പരസ്പരം സഹിക്കാൻ ശ്രമിക്കാറുള്ള എല്ലാ മക്കളും കൊടുക്കണമേ. സാമൂഹിക പുനഃസ്ഥാപിക്കപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയും ലോകത്തിന്റെ അവസ്ഥയെ കണ്ണുനീരൊഴുകി പ്രാർത്ഥിക്കുന്ന നിരവധി മക്കൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള നിരവധി മക്കളുണ്ട്. വിവാഹപ്രായത്തിലേക്ക് തകരാതെ തുണയെ കിടക്കാൻ സാധിക്കാതെ വേദനിക്കുന്ന മക്കൾ ഇവിടെ നിൽപ്പുണ്ട്. ജോലി സംബന്ധമായ വേദന അനുഭവിക്കുന്ന മക്കൾ ഇവിടെ നിൽപ്പുണ്ട്. ശാരീരികമായ ആശ്വാസങ്ങൾ മൂലം വേദനിക്കുന്ന മക്കൾ ഇവിടെ നിൽപ്പുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ മൂലം വേദനിക്കുന്ന മക്കൾ ഇവിടെ നിൽപ്പുണ്ട്. എല്ലാ മക്കളുടെയും ബിസിനസ് മേഖലയിലുള്ള തകർച്ച മൂലം വേദനിച്ച് കണ്ടെത്തിക്കൊടുക്കുന്ന മക്കളെ നിൽപ്പുണ്ട്. എല്ലാ മക്കളുടെയും ഇപ്പോൾ ഞങ്ങളുടെ വിദേശത്ത് സന്ദർശിതമായിട്ട് പരീക്ഷ കൊടുക്കുന്ന എല്ലാ മക്കളെയും ഇപ്പോൾ ഇവരുടെ ആരോഗ്യം പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഓരോ മക്കളെയും ഈ സമയം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള കുടുംബപ്രശ്നങ്ങളുടെ വേദനയ്ക്ക് മക്കളെയും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവരുടെയും ജീവിതം കൊടുക്കട്ടെ. അമ്മയുടെ ആവശ്യമായ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സമയം നമുക്ക് എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവരും ചേർന്ന്
കുടുംബത്തില് പലതരത്തില് അനുസരണക്കേട് കാണിക്കുന്ന മകളെ, പല ദുശ്ശീലങ്ങളിലും അടിമപ്പെട്ട് ജീവിക്കുന്ന മകളെ, ദൈവഭയവും ദൈവഭക്തിയും ഇല്ലാതെ ജീവിതം മുന്നോട്ട് നടത്തിയിരിക്കുന്ന മക്കളെയൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായിട്ടും വിദ്യാഭ്യാസ സംബന്ധമായിട്ടും ദൂരെയും ശാരീരികമായും ഓരോ മക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം പരിശുദ്ധ അമ്മയുടെ കാര്യത്തിന് പരിപൂർണമായും നമ്മളെ ഒരിക്കൽ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ സാന്നിധ്യം രാവും പകലും നിറഞ്ഞിരുന്നവരെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ ബലഹീനരാണ്. അതുകൊണ്ട് തന്നെ ആ ബലഹീനതയിലെല്ലാം അമ്മയുടെ മാധ്യസ്ഥതയായിട്ട് ഇപ്പൊ പ്രത്യേകമായി ദൈവത്തെ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിലേക്ക് നമ്മളെ പരിപൂർണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
Yeah.